ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജെൻസൺ പുത്തൻ വീട്ടിൽ കോഴിക്കോട് രൂപത വികാരി ജനറലായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് കോഴിക്കോട് രൂപതയുടെ നല്ല ഇടയൻ അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് തൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഞങ്ങൾക്ക് കോഴിക്കോട് രൂപതയിലുള്ള മക്കൾക്കും കേരള സഭയ്ക്കും ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ ദൈവം നൽകിയ ഒരു സമ്മാനമാണ് വർഗീസ് ചക്കാലക്കൽ പിതാവ്. ഞാൻ വർഗീസ് ചക്കാലക്കൽ പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സെമിനാരിയിൽ ചേർന്ന് മംഗലാപുരത്ത് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പ്രൊഫസറായിട്ട് ഡീൻ ഓഫ് തിയോളജിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അന്നു മുതൽ ഇന്നു വരെയുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു 30 വർഷത്തെ ബന്ധമെന്നും പറയാം. ഈ 30 വർഷങ്ങൾക്കിടയിൽ ഒരു വൈദിക വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു വൈദികൻ എന്ന നിലയിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഒപ്പം വികാരി ജനറലായി സേവനമനുഷ്ഠിക്കുകയാണ്. ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വലിയൊരു അനുഗ്രഹമാണ് അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ചിന്തിക്കുവാനുമായിട്ട് ദൈവം നൽകിയ വലിയൊരു വരദാനം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു തലക്കെട്ടെന്ന് പറയുന്നത് വിസ്മയിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് ചക്കാലക്കൽ പിതാവ്. വിസ്മയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏത് നിമിഷത്തിലും പിതാവിനെ കാണുമ്പോൾ ഒത്തിരി വിസ്മയങ്ങൾ പകരുന്ന ഒരു നക്ഷത്രം പോലെ. ബെത്ലഹേമിലേക്ക് പൂജരാജാക്കന്മാരെ നയിച്ച അതേ നക്ഷത്രത്തിൻ്റെ ആ വലിയ ആസ്വാദനം പിതാവിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും കിട്ടാറുണ്ട്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന വിസ്മയത്തിൻ്റെ ഒരു നക്ഷത്രം. ആടുകളുടെ ഗന്ധമുള്ളൊരു ഇടയനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് എല്ലാവരെയും അടുത്തറിഞ്ഞ് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ഇടയനാണ്. ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ബിഷപ്സ് ഹൗസിൽ വരുമ്പോൾ അവരുടെയൊക്കെ പേര് ഓരോരുത്തരുടെയും എടുത്തു ചൊല്ലി വിളിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളൊക്കെ വിസ്മയിക്കാറുണ്ട്. ഞങ്ങൾ വൈദികരെയൊക്കെ അടുപ്പിച്ച് നിർത്തുകയും കൂട്ടായ്മയിൽ നിലനിർത്തുകയും ഈ രൂപതയെ വളർച്ചയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അഭിമന്യ പിതാവ് ഒത്തിരിയധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവരുടെ നല്ല ഇടയനാണ് പിതാവ്. കാരണം ഈ ബിഷപ്സ് ഹൗസിൽ വന്നു പോകുന്ന എല്ലാവർക്കും മനസ്സും ഹൃദയവും നിറഞ്ഞ സന്തോഷത്തോടെ പോകുക മാത്രമല്ല, അവരുടെ കൈകളിൽ നിറയെ സമ്മാനമായിരിക്കും. പാവപ്പെട്ടവർ പലപ്പോഴും ഇവിടെ വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വരാറുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് തിരികെ പിതാവിനെ കണ്ടു പോകുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി, ഒത്തിരിയധികം നന്മയോടുകൂടിയാണ് അവർ തിരികെ പോകാറുള്ളത്. പിതാവിനെക്കുറിച്ച് പറയുന്ന നല്ല വാചകങ്ങളിൽ ഒന്ന് മാളയുടെ മാണിക്യം മലബാറിന് സ്വന്തമായി എന്നുള്ളതാണ്. മാളയിൽ ചെറിയ ബാലനായിരുന്നപ്പോൾ തന്നെ പിതാവ് അൾത്താരക്കുട്ടിയായി എല്ലാ ഇടവകക്കാർക്കും പള്ളിക്കുമൊക്കെ സ്വന്തം ഒരു ബാലനെ പോലെ വളർന്ന കുട്ടിയായിരുന്നു. അതുതന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ സ്വന്തം മകനെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, രാവിലെ 6 മണി തൊട്ട് 8 മണി വരെ ഈ ബിഷപ്സ് ഹൗസിൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഇടയൻ. അതുകൊണ്ടായിരിക്കും പിതാവിൻ്റെ ഈ രൂപതയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഒറ്റക്കെട്ടായി കണ്ടുമുട്ടുന്നവരിലൊക്കെ ദൈവത്തിൻ്റെ അനുഭവം പകർന്നു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നേറുവാൻ സാധിക്കുന്നത്. പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ ഒത്തിരിയധികം ഗുണങ്ങളാണ് ദൈവജനത്തിന് പറയുവാനുള്ളത്. പാവപ്പെട്ടവരുടെ കൂടെ പേര് ചൊല്ലി വിളിക്കുന്ന, നയിക്കുന്ന നക്ഷത്രം എന്നിങ്ങനെ നീളുന്ന അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ. പക്ഷേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന ധന്യ നിമിഷത്തിൽ അഭിമന്യ പിതാവ് ഞങ്ങൾക്ക് കിട്ടിയ ദൈവത്തിൻ്റെ വലിയൊരു സമ്മാനമാണ്. ഞങ്ങൾ ആവോളം ആസ്വദിക്കുന്നു. ഇനിയും ഇത് ആസ്വദിക്കുവാനുള്ള ഭാഗ്യം കത്തോലിക്ക സഭയ്ക്ക് വർഷങ്ങളായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ജീവിതം ഇനിയും അദ്ദേഹത്തിന് തുടർന്നുണ്ടാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തെ ദൈവം 100 മടങ്ങായി അനുഗ്രഹിക്കട്ടെ. നന്ദി.